ഹായ്, നമസ്കാരം. കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് സോളാർ ഒരു വീട്ടിലേക്കൊരു അനിവാര്യമായ ഘടകമാണോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അതിന് വന്ന ചില കമന്റുകൾ ശരിക്കും എന്നെ ആശ്ചര്യപ്പെടുത്തി. സോളാർ ശരിക്കും ഒരു ലക്ഷറി പ്രോഡക്റ്റ് ആണ്, അത് സാധാരണ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരു ഘടകമല്ല എന്നാണ് ചിലർ പറഞ്ഞത്. നമ്മൾ പുറകോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 20 വർഷം മുന്നേ എയർ കണ്ടീഷൻ, അതായത് AC എന്ന് പറയുന്ന ഒരു ലക്ഷറി ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയോ, ഒരു 2 BHK ഫ്ലാറ്റ് സെയിൽ ചെയ്യണമെങ്കിൽ അതിലൊരു എയർ കണ്ടീഷണർ ഉണ്ടാവണം, അല്ലെങ്കിൽ എയർ കണ്ടീഷണർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രൊവിഷനെങ്കിലും ഉണ്ടായിരിക്കണം. വാഷിംഗ് മെഷീൻ, ഗീസർ, ഇൻവെർട്ടർ, ഇതെല്ലാം ആ ഒരു ടൈമിൽ ഒരു ലക്ഷറി പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് 2026 ഇവയെല്ലാം ഒരു വീടിന്റെ അടിസ്ഥാന ഘടകങ്ങൾ മാത്രമാണ്. ഇവയിൽ ഏതെങ്കിലും ഇല്ലാത്ത ഒരു വീട് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? തിരിച്ച് സോളാറിലേക്ക് വരികയാണെങ്കിൽ 2000 മുതൽ 5000 വരെ വരുന്ന കറണ്ട് ബില്ല്, കൂടാതെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനുകൾ, ആ ഫ്ലക്ച്വേഷൻ കൊണ്ട് നമുക്ക് നഷ്ടമാകുന്ന നമ്മുടെ ഉപകരണങ്ങൾ, കൂടാതെ പവർ കട്ടുകൾ, ഇവയെല്ലാം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ വീട്ടിൽ ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് ഒരു മോഡുലർ കിച്ചൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കൊടുത്ത് നമ്മുടെ വീട്ടിൽ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണോ ലക്ഷറി? ശരിക്കും നമ്മൾ വീട് പണിയുമ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്യും? വെള്ളം ശേഖരിക്കാൻ ഒരു വാട്ടർ ടാങ്ക്, നമ്മുടെ കറണ്ട് പോയാൽ ഉപയോഗിക്കാനായി ഒരു ഇൻവെർട്ടർ സിസ്റ്റം, വലിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ എമർജൻസിക്കായി ജനറേറ്ററുകൾ. പക്ഷേ ഇത്രയും ലോങ് ലൈഫും അതുപോലെ എനർജി ഇൻഡിപെൻഡൻസും നൽകുന്ന സോളാർ നമുക്ക് വേണ്ട, ലക്ഷറി ആണതെന്ന് പറയും. ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയ ഒരു വീട്, അല്ലെങ്കിൽ എയർ കണ്ടീഷണറുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാവും ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് സോളാർ സിസ്റ്റവും എനർജി സ്റ്റോറേജുകളും EV ചാർജിംഗ് പോയിന്റുകളും. 2030 ഓരോ പുതിയ വീടുകൾക്കും ഇവയെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറായി മാറും. ശരിക്കും തീരുമാനം നിങ്ങളുടേതാണ്. സോളാർ ഒരു ലക്ഷറി ആണെന്ന് പറഞ്ഞ് ഓരോ മാസവും ബില്ലടച്ച് വൈദ്യുതിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാം, അല്ലെങ്കിൽ സോളാറിനെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റായി പരിഗണിച്ച് ലോങ് ലൈഫുള്ള ഒരു എനർജി ഫ്രീഡം നമുക്ക് ആസ്വദിക്കാം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നമ്മൾ തുടങ്ങി വെച്ച ആ ഡിസ്കഷൻ നമുക്കിവിടെ പൂർത്തിയാക്കാം. നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായും പറയണം. ഓക്കെ, താങ്ക് യു.